ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഒരുവിധം എല്ലാവർക്കും മനസ്സിലായി കാണും. ഹോസ്പിറ്റലാണ്. അതേ ഹോസ്പിറ്റലാണ്. നമ്മൾ പൊന്നൂസിനെയും കൊണ്ട് വന്നതാണ്. പൊന്നൂസ് ഒന്ന് വീണു അവളുടെ തല ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിക്കാനായിട്ട് നമ്മൾ രാത്രി ഒരു 10:30 ടൈമായി നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു. കുഞ്ഞും പൊന്നും ഒന്ന് ചെറുതായിട്ടൊരു കശപിശ കൂടിയതാണ്. ഒരു ഫോണിന് വേണ്ടി കാർത്ത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരാൾക്ക് ഫോൺ പിടിച്ച് വലിച്ച്, അപ്പോൾ കുഞ്ഞു ആ കിടക്കുന്ന റോസ് കുപ്പായി ഇട്ടതാണ് നമ്മുടെ കുഞ്ഞൂസും ദേഷ്യം വന്നപ്പോൾ കുഞ്ഞു പിടിച്ച് പൊന്നുവിന് ഒരു ഉന്ത് കൊടുത്തപ്പോൾ പൊന്നു നേരെ വന്ന് വീണത് ജനലിൻ്റെ സൈഡിലാണ്. അപ്പോൾ അവിടെ മറ്റേ ടൈലിൻ്റെ സ്ലാവിൻ്റെ ഇതായതുകൊണ്ട് അവിടെ കൊണ്ടിടിച്ചപ്പോൾ പൊട്ടി ചോര വന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് പേടിയായി. എന്ത് ചെയ്യണം, എങ്ങനെയാണ്. ഞാനും കുഞ്ഞു മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയും അനിയനും അനിയത്തിയൊക്കെ കച്ചവടത്തിന് പോയി. കുറച്ച് പേർക്കൊക്കെ അറിയാം, അവർ ബജ്ജി കച്ചവടത്തിന് പോവുകയാണ് രാത്രി നൈറ്റ്, ഉത്സവം പള്ളിപ്പെരുന്നാളൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനും പൊന്നും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ കുഞ്ഞു വാവയല്ലേ, തലയ്ക്കാണ് പരിക്ക്, ഒന്നും നോക്കിയില്ല. അപ്പോൾ തന്നെ ഒരു ഓട്ടോ വിളിച്ചു. ഞങ്ങൾ നേരെ ഓട്ടോയ്ക്കകത്ത് കയറി ഹോസ്പിറ്റലിൽ വന്നു. പെരുമ്പാവൂർ വാത്തിയാത്താണ് ഞങ്ങൾ വന്നത്. അവിടെ ക്യാമറ ഓണായിരിക്കുന്നത് കുഞ്ഞ് കണ്ടു കേട്ടോ. അതാണ് അവിടെ ഇടയ്ക്കിടയ്ക്ക് അതിലോട്ട് നോക്കുന്നത്, എക്സ്പ്രഷൻ ഇടാൻ വേണ്ടി. ക്യാമറ ഓണാക്കി അപ്പോൾ ഫോട്ടോ എടുക്കണം, വീഡിയോസ് എടുക്കണം. എൻ്റെ എല്ലാം ബാക്കി അല്ലേ. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നേഴ്സ് പറഞ്ഞു ഐസ് വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ മരവിപ്പിക്കാൻ വേണ്ടി ഐസ് വെക്കാൻ സ്റ്റിച്ച് ഇടണമല്ലോ. നമുക്ക് സ്റ്റിച്ച് ഇടാനുണ്ടായിരുന്നു. സ്റ്റാപ്ലർ അടിച്ച് ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അവിടെ തണുപ്പിക്കാൻ പറഞ്ഞു. അപ്പോൾ അവളാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല, വെച്ച് കൊടുക്കാൻ സമ്മതിക്കുന്നേ ഇല്ല. ലാസ്റ്റ് കുഞ്ഞു വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് നേരം അവൾ വെച്ചു. അത് കഴിഞ്ഞ് ഒരു അപ്പച്ചനെ വയ്യാതെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കാലും കൈയൊക്കെ പൊട്ടി കെട്ടി വെച്ച്. അപ്പം ഞാനത് കാണിച്ചു കൊടുത്തു. ഇതുപോലെ മോൻ്റെ കെട്ടി വെക്കും, ഐസ് വെച്ചില്ലെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും വെച്ചോന്നും പറഞ്ഞ് അവൾ വെക്കാനൊക്കെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ചിരിയും കളിയായിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് അവരെയും കൊണ്ട് ഞാൻ ഇത്ര ദൂരെ പോണത്. ദൂരെ ആയാലും ചെറിയ സ്ഥലങ്ങളാണെങ്കിൽ പോലും അവരെയും കൊണ്ട് ആദ്യമായിട്ടാണ്, എൻ്റെ ഫസ്റ്റ് ടൈം ഇവരുണ്ടായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഇവരെയും കൊണ്ട് പോകുന്നത്. ഞാൻ രണ്ടുപേരെയും കൊണ്ട് ഒരിടത്തും പോയിട്ടില്ല, ഒരാളെ കൊണ്ടും ഞാൻ പോയിട്ടില്ല. കാരണം എനിക്ക് അവരെ കൊണ്ടുപോകാൻ ഭയങ്കര റിസ്ക്കുള്ള പരിപാടിയാണ്. പിന്നെ കുഞ്ഞായിട്ട് ഭയങ്കര കളിയും ചിരിയായിരുന്നു ഞാൻ. കാരണം അനങ്ങാതിരിക്കില്ല, കട്ടിൻ്റെ അടിയിൽ കൂടിയൊക്കെ ഓടി പോകും. പക്ഷെ എന്താണെന്നറിയത്തില്ല, രണ്ടുപേരും എൻ്റെ അടുത്ത് ഭയങ്കര സോഫ്റ്റായിട്ടോ ചിരിച്ചും കളിച്ചും വർത്താനം പറഞ്ഞ് അനങ്ങാതെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി സമാധാനം ഉണ്ടായിരുന്നു. കാരണം അമ്മയും ഞാനും അനിയനൊക്കെ കൂടെ പോകുമ്പോൾ ഇതൊന്നും അല്ല, ഐസ്ക്രീം വേണം, അത് വേണം, ഇത് വേണം, ഇന്ന സാധനം വേണം എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരിക്കും. ആശുപത്രി ഇളക്കി മറിക്കും. പക്ഷേ ദൈവത്തിൻ്റെ കുരുത്തം, അന്ന് രണ്ടുപേരും സൈലൻ്റ് ആയിരുന്നു, ചിരിയും കളിയും. ഞാൻ ഇടയ്ക്ക് കാർത്തുമൊക്കെ വെച്ച് കൊടുത്തു. അതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ വളരെ ഫ്രീ ആയിട്ടാണ് അവിടെ ഇരുന്നത്. പൊന്നൂസ് തലയുടെ ആ ഒരു ഇത് മറന്നു പോയി എന്ന് വേണം പറയാനായിട്ട്. അവൾ ലാസ്റ്റ് ഐസൊക്കെ വെച്ച് ഹാപ്പിയായി ചിരിച്ചും കളിച്ചും. ലാസ്റ്റ് ഐസ് ശരീരത്താണ് വെക്കുന്നത്, കട്ടിലിൽ ഐസ് വെച്ച് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ നേഴ്സ് ഒന്ന് ചോദിക്കും, ഞാൻ തലയിൽ വെക്കാൻ തന്നതാണോ അതോ നിങ്ങൾക്ക് കളിക്കാൻ തന്നതാണോ എന്ന് ചോദിക്കും. എന്നിട്ട് ഒരെണ്ണം കൂടെ തരാൻ പറയും നേഴ്സിനോട്. പിന്നെ ചിരിയും കളിയായിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. നല്ല ഒരു സമയം 11:30 ആയി. രാത്രി കേട്ടോ, രാത്രി ഒരു 11:30 ആയി. അത് കഴിഞ്ഞുള്ള കളികളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര കളിയാണ്, രണ്ടും ഭയങ്കര കളിയാണ് അവിടെ. ഇതാട്ടോ പൊന്നിയുടെ തലയിലുണ്ടായിരുന്ന മുറിവ്. ഉള്ളിലേക്കാണ് നല്ല മുറിഞ്ഞത്. ഒരു സ്റ്റിച്ചിനുള്ളതുണ്ടായിരുന്നു കേട്ടോ. സ്റ്റിച്ച് ഇട്ടവൾ പുറത്ത് വന്നു. ആ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാരണം കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ല ഒരവസ്ഥ. എനിക്കും പറ്റിയില്ല, ഞാൻ അതുകൊണ്ട് വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ കരച്ചിൽ മാറ്റാനായിട്ട് രണ്ടുപേർക്കും ഒരു ബസ്സൊക്കെ വാങ്ങിച്ചു കൊടുത്തു ക്യാൻറ്റീനിൽ നിന്ന്. പിന്നെ ഭയങ്കര കളിയായിരുന്നു. ലാസ്റ്റ് ഡോക്ടർ ചോദിച്ചു, അങ്ങോട്ട് ബസ് കയറ്റി വരുമ്പോൾ ഡോക്ടറോടൊന്ന് ചോദിച്ചു, ഡോക്ടറാണോ നിൽക്കുന്നത്. ഡോക്ടർ ചോദിച്ചു, ഇവളെല്ലാം ഇപ്പോൾ സ്റ്റിച്ച് ഇട്ട് ഇറക്കി വിട്ടതെന്ന് ചോദിച്ചു. അതുപോലെ കളിയും ചിരിയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞാനും പൊന്നും ഓട്ടോയിൽ കയറി. ഞങ്ങൾ വീട്ടിൽ പോകാനുള്ള ഒരു 12 മണി ആയിരുന്നു കേട്ടോ. പിന്നെ ഓട്ടോയിൽ കിടന്ന് അവർ ഉറങ്ങി.
പൊന്നു നല്ലോണം ഉറങ്ങിയായിരുന്നു. കുഞ്ഞും ചെറുതായിട്ട് കണ്ണൊക്കെ തുറന്നിരുന്നു. എൻ്റെ മടിയിൽ കിടക്കുന്ന ആൾ. പൊന്നും അവിടെ മുഴക്കിയിരുന്ന് ചിലപ്പോൾ ഈ ഇഞ്ചക്ഷൻ്റെ മരുന്നിൻ്റെയൊക്കെ എഫക്റ്റ് കൊണ്ട് അവൾ കിടന്ന് ഉറങ്ങിയായിരുന്നു. പിന്നെ കുഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് എന്നിട്ട് പൊന്നിനെ തട്ടി വിളിച്ച് പൊന്നൂസ് ഉറങ്ങുവാണോ എന്ന് ഞാൻ ചോദിച്ചു. അവൾ ആന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ക്ഷീണം കൊണ്ടല്ലേ ഞാനവിടെ കിടന്ന് എൻ്റെ മടിയിൽ വിളിച്ച് കിടത്തിയപ്പോൾ അവൾ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു അവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ശല്യം ചെയ്യണ്ട, അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ വിട്ടവളെ. പക്ഷെ കുഞ്ഞും എഴുന്നേറ്റായിരുന്നു അപ്പോഴത്തേക്കും. ചെറുതായിട്ട് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ ആ ഒരു യാത്ര സങ്കടം നിറഞ്ഞൊരു യാത്രയായിരുന്നു. പേടിച്ചു പോയൊരു യാത്രയായിരുന്നു അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.